ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ബയോഷോർട്സ്. നമ്മൾ ട്രാൻസ്ക്രിപ്ഷൻ്റെ വീഡിയോ സീരീസാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ വി ജസ്റ്റ് ഡിസ്കസ്ഡ് അബൌട്ട് ദി ഓവർവ്യൂ ഓഫ് ട്രാൻസ്ക്രിപ്ഷൻ എന്താണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ പ്രോക്യാരിയോട്സിൻ്റെയും യൂക്യാരിയോട്സിൻ്റെയും ട്രാൻസ്ക്രിപ്ഷനിൽ വരുന്ന ഡിഫറൻസസും കാര്യങ്ങളും നമ്മൾ ഒന്ന് പറഞ്ഞു നിർത്തിയിരുന്നു. അതുപോലെ നമ്മൾ പറഞ്ഞിരുന്നു പ്രോക്യാരിയോട്സിലും യൂക്യാരിയോട്സിലായാലും ട്രാൻസ്ക്രിപ്ഷന് 3 സ്റ്റേജസാണ് ഉള്ളത്: ഇനീസിയേഷൻ, ഇലോങ്ങേഷൻ, ടെർമിനേഷൻ. അപ്പോൾ പറഞ്ഞ പോലെ തന്നെ പ്രൊക്യാരിയോട്സും യൂക്യാരിയോട്സും സെപ്പറേറ്റ് ആയിട്ട് ഒരു ഡിഫറെൻറ്റ് വീഡിയോസ് ആയിട്ടാണ് ചെയ്യുന്നത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ട്രാൻസ്ക്രിപ്ഷൻ ഇൻ പ്രൊക്യാരിയോട്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് സ്റ്റേജ് ആയിട്ടുള്ള ഇനീസിയേഷനാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ നമുക്കറിയാം ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? DNA-യിൽ നിന്ന് RNA ആവുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ട്രാൻസ്ക്രിപ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഫോർ ദ കേസ് ഓഫ് പ്രൊക്യാരിയോട്ട് നമുക്കറിയാം പ്രൊക്യാരിയോട്സ് യൂക്യാരിയോട്സായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ സിമ്പിൾ ഓർഗാനിസംസ് ആണ് ഈ പ്രൊക്യാരിയോട്സ് എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ കോംപ്ലക്സിറ്റി ഈസ് വെരി ലെസ്, അല്ലെങ്കിൽ അവർക്ക് ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള DNA-യിൽ അത്ര വലിയ കോംപ്ലക്സിറ്റി കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അവർ ട്രാൻസ്ക്രിപ്ഷൻ ഈസ് ഓൾസോ സംവാട്ട് ഈസിയർ ദാൻ ദാറ്റ് ഓഫ് യൂക്യാരിയോട്സ് എന്ന് ഓർത്തിരിക്കാം. അപ്പോൾ നമുക്ക് ഡയറക്റ്റ്ലി ഇനീസിയേഷൻ സ്റ്റേജിലേക്ക് തന്നെയായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇനീഷിയേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഏതൊരു കാര്യം ഇനീഷ്യേറ്റ് ചെയ്യുക, തുടങ്ങുക എന്ന് പറയുന്നത് ഇറ്റ്സ് റിയലി വെരി ഡിഫിക്കൽട്ട് അല്ലേ? നമ്മളിപ്പോൾ എന്ത് കാര്യങ്ങളായാലും അതൊന്ന് തുടങ്ങി വയ്ക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ ഇനീഷിയേഷൻ സ്റ്റേജ് എന്ന് പറയുന്നത് റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റേജ് എന്നാണ് പറയണത്. ആ റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റേജ് എന്ന് പറയാൻ കാരണം നമുക്കറിയാം ഒരു കാര്യം തുടങ്ങി അത് കണ്ടിന്യൂ ചെയ്യാൻ എളുപ്പമാണ്. ഫസ്റ്റ് ഇനീഷ്യേറ്റ് ചെയ്യുക, അതായത് തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ റിക്രൂട്ട് ചെയ്യുക, അത് ആഡ് ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. അതുകൊണ്ട് തന്നെ ഇനീഷ്യേഷൻ പ്രോസസ് ആസ് എ ഹോൾ ഈസ് എ റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പ്, അല്ലെങ്കിൽ ഇറ്റ്സ് റിയലി വെരി ഇമ്പോർട്ടൻറ്റ് സ്റ്റേജ് ഇൻ എ ട്രാൻസ്ക്രിപ്ഷൻ എന്ന് തന്നെ പറയാം. ഓൾറൈറ്റ്, നമുക്ക് ആദ്യം തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള DNA ഒന്ന് വരയ്ക്കാം. ദിസ് ഈസ് ദ ഡബിൾ സ്ട്രാൻഡഡ് DNA ദാറ്റ് ഈസ് റിക്വയർഡ് ഫോർ ട്രാൻസ്ക്രിപ്ഷൻ എന്ന് ഓർത്തിരിക്കാം. ഈ DNA ആണ് നമുക്ക് ട്രാൻസ്ക്രൈബ് ചെയ്ത് കിട്ടേണ്ടത്. അപ്പോൾ ഈ ഒരു DNA-യിൽ നിന്നാണ് നമുക്ക് RNA കംപ്ലീറ്റ് ആയിട്ട് കിട്ടേണ്ടത്. ഓൾറൈറ്റ്, അപ്പോൾ നമുക്ക് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ദ ഇമ്പോർട്ടൻറ്റ് എൻസൈം ഫോർ ദിസ് ട്രാൻസ്ക്രിപ്ഷൻ RNA പോളിമറേസിനെ കുറിച്ചൊന്ന് പറയാം. RNA polymerase, specifically RNA polymerase 2 in case of prokaryote. ഓക്കെ, ഈ RNA പോളിമറേസ് നമ്മൾ DNA പോളിമറേസ് DNA റിപ്ലിക്കേഷൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞത് ഈ പറയുന്ന DNA പോളിമറേസിന് സ്വന്തമായിട്ട് ന്യൂക്ലിയോടൈഡ്സ് ആഡ് ചെയ്യാനുള്ളൊരു കഴിവില്ല. പക്ഷേ RNA പോളിമറേസിൻ്റെ മേജർ പ്രത്യേകത എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ആഡ് nucleotides to its strand by its own. ഇവർക്ക് സ്വന്തമായിട്ട് പുതിയ സ്ട്രാൻഡിലേക്ക് ന്യൂക്ലിയോടൈഡ്സിനെ ആഡ് ചെയ്ത് ഒരു പുതിയ സ്ട്രാൻഡ് ആക്കാനായിട്ടുള്ള കഴിവുണ്ട് ഈ പറയുന്ന RNA പോളിമറേസ് എന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കാം. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പുറകെ വരുന്നുണ്ട്, അതിൻ്റെ സ്ട്രക്ചറും ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ RNA പോളിമറേസ് എന്നാണ് ഈ പറയുന്ന ട്രാൻസ്ക്രിപ്ഷൻ്റെ റിയൽ ഹീറോ. ഇനീഷ്യേഷനിൽ മാത്രമല്ല ത്രൂ ഔട്ട് ഈ പറയുന്ന RNA പോളിമറേസിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നുണ്ട്. അപ്പോൾ ഇത്ര ഓർത്തിരിക്കുക. ന്യൂക്ലിയോടൈഡ്സ് സ്വന്തമായി ആഡ് ചെയ്ത് ഈ പറയുന്ന RNA ചെയിന് ഇലോങ്ങേറ്റ് ചെയ്ത് കൊണ്ടുവരുന്നത് ഈ പറയുന്ന RNA പോളിമറേസ് ആണെന്ന് ഓർത്തിരിക്കാം. ഓൾറൈറ്റ്, ഇനി നമുക്ക് ഈ സീക്വൻസിലേക്ക് തന്നെ പോവാം. സീക്വൻസ് തന്നെ നോക്കുമ്പോൾ ഈ പറയുന്ന DNA-യുടെ ഇലോങ്ങേറ്റഡ് ആയിട്ട് സ്റ്റേജാണ്. ഇവിടെ നിന്നാണ് DNA അതായത് ട്രാൻസ്ക്രിപ്ഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഇതിനൊരു പ്രത്യേകമായിട്ടുള്ള ഒരു പേര് കൊടുക്കാം. അതായത് ലെറ്റ് ഇറ്റ് ബി ദി സ്റ്റാർട്ട് സൈറ്റ് തന്നെ എഴുതാം. ഓക്കെ, സ്റ്റാർട്ട് സൈറ്റ് ഇതാണ് ഫസ്റ്റ് സ്റ്റാർട്ട് സൈറ്റ് എന്ന് പറയുമ്പോൾ. ഇതിന് നമുക്ക് ജസ്റ്റ് ഒന്ന് 0 കൊണ്ട് ഡിനോട്ട് ചെയ്യാം. ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് അതിൻ്റെ ട്രാൻസ്ക്രിപ്ഷൻ മൊത്തത്തിലായിട്ട് നടക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ RNA പോളിമറേസിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇറ്റ് കനോട്ട് ഐഡൻറ്റിഫൈ ദി DNA ടു ബി ട്രാൻസ്ക്രൈബ്. അതായത് ഈ DNA ആണ് ട്രാൻസ്ക്രൈബ് ചെയ്യേണ്ടത് എന്ന് ഈ RNA പോളിമറേസിന് സ്വന്തമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. ഓൾറൈറ്റ്, ഇതിന് സ്വന്തമായിട്ട് ന്യൂക്ലിയോടൈഡ്സ് ആഡ് ചെയ്തിട്ട് RNA ഫോം ചെയ്യാം.
പക്ഷേ ഏത് DNA-യിലേക്കാണോ RNA ഫോം ചെയ്യുന്നതെന്ന് സ്വന്തമായിട്ട് ഈ പറയുന്ന RNA പോളിമറേസിന് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. ഓൾറൈറ്റ്, അപ്പോൾ ഇവിടെ നിന്നാണ് തുടങ്ങി RNA ഫോം ചെയ്യേണ്ടത് എന്ന് ഈ RNA പോളിമറേസിന് അറിയില്ല. അപ്പോൾ അതിനു വേണ്ടി ഈ പറയുന്ന നമുക്ക് ആവശ്യമുള്ള DNA ട്രാൻസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന വേറൊരു സ്ട്രാൻഡ് ഉണ്ട്. അതായത് നമുക്ക് കുറച്ചൊന്ന് ബാക്കിലേക്കൊന്ന് ഇലോങ്ങേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ സ്റ്റാർട്ട് സൈറ്റിന് മുന്നേ ആയിട്ട് വേറൊരു സൈറ്റ് ഉണ്ട്, ഒരു പർട്ടിക്കുലർ സൈറ്റ് ഉണ്ട്. അപ്പോൾ ഈ സൈറ്റിനെ വിളിക്കുന്നത് നമ്മൾ പ്രൊമോട്ടർ സൈറ്റ് എന്നാണ് പറയുന്നത്. ഓൾറൈറ്റ്, അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സ്റ്റാർട്ട് സൈറ്റിന് തൊട്ട് മുന്നേ ആയിട്ട് ഒരു പർട്ടിക്കുലർ ഏരിയ ഉണ്ട്, അതിന് നമ്മൾ പ്രൊമോട്ടർ സൈറ്റ് എന്നാണ് പറയുന്നത്. ഓൾറൈറ്റ്, ഈ പ്രൊമോട്ടർ സൈറ്റിനെ ആർക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും? RNA പോളിമറേസിന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ വന്ന് RNA പോളിമറേസ് ബൈൻഡ് ചെയ്തിട്ട് സ്റ്റാർട്ടിങ് ഓഫ് ട്രാൻസ്ക്രിപ്ഷൻ തുടങ്ങാൻ പറ്റുന്നതാണ്. ഓൾറൈറ്റ്, അപ്പോൾ പ്രൊമോട്ടറിൻ്റെ ഹെൽപ്പ് എന്താണ്? ഇറ്റ് ഹെൽപ്സ് ദി RNA പോളിമറേസ് ടു അറ്റാച്ച് ആൻഡ് സ്റ്റാർട്ട് ദ ട്രാൻസ്ക്രിപ്ഷൻ പ്രോസസ്സ് എന്നാണ് പറയുന്നത്. ഓൾറൈറ്റ്, അപ്പോൾ ഇത്രേ ഉള്ളൂ പ്രൊമോട്ടറിൻ്റെ ഒരു ഫംഗ്ഷനാലിറ്റി എന്ന് പറയുന്നത്. നമുക്ക് പ്രൊമോട്ടറെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ, പ്രൊമോട്ടർ ഇപ്പം നമ്മളിത് ഒരു 0 സൈറ്റ് എന്നല്ല, ഇത് പർട്ടിക്കുലർ 0 എന്ന് ഉദ്ദേശിക്കുന്ന ഈ 0 ന്യൂക്ലിയോടൈഡ്സിൽ നിന്ന് ഇങ്ങോട്ടാണ് 1, 2, 3 കേസായിട്ട് തുടങ്ങേണ്ടത്. ഓക്കെ, നമുക്ക് ആ DNA ഒന്ന് താഴെ ഒന്ന് വലുതായിട്ടൊന്ന് വരയ്ക്കാം. ദിസ് ഈസ് ദി ഡബിൾ സ്ട്രാൻഡ് DNA. ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ദിസ് ഈസ് ദി സ്റ്റാർട്ട് സൈറ്റ്. ഇതിന് സ്റ്റാർട്ട് സൈറ്റ് എന്ന് പറയുന്നു. സ്റ്റാർട്ട് ഇറ്റ്സ് കൺസിഡർ ആസ് എ 0 ആൻഡ് നമുക്ക് പ്രൊമോട്ടർ വേറൊരു കളറിൽ കൊടുക്കാം. ആൻഡ് ദിസ് ഈസ് ദി പ്രൊമോട്ടർ. ഓൾറൈറ്റ്, അപ്പോൾ നമ്മൾ പറഞ്ഞു ഈ പറയുന്ന 0-ൽ റൈറ്റിലേക്കാണ് നമ്മുടെ ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്നത്. ഇതിൻ്റെ റൈറ്റിലേക്കുള്ള ഭാഗത്തിന് നമുക്ക് ഡൗൺ സ്ട്രീം എന്ന് പറയാം. ക്യാൻ ബി കൺസിഡർ ആസ് എ പ്ലസ് സൈൻ. ഇതിൻ്റെ ലെഫ്റ്റിലേക്കുള്ള ഭാഗത്തിന് നമുക്ക് അപ്പ് സ്ട്രീം എന്ന് പറയാം. അതായത് ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്ന ആ ഒരു ഡയറക്ഷനെ നമ്മൾ ഡൗൺ സ്ട്രീം, DNA ഡൗൺ സ്ട്രീം ആണെന്ന് പറയാം. ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്നതിൻ്റെ ലെഫ്റ്റിലേക്കുള്ള ഭാഗം നമ്മൾ അപ്പ് സ്ട്രീം എന്നും പറയാം. ഓൾറൈറ്റ്, ഇത് പറയാൻ കാരണം നമ്മുടെ പ്രൊമോട്ടർ സൈറ്റിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് അപ്പ് സ്ട്രീം ഓഫ് -10 ആൻഡ് -35 ലൊക്കേഷനാണ്. അതായത് ബാക്കിലേക്ക് അപ്പ് സ്ട്രീം നെഗറ്റീവായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്, ഈ ഡൗൺ സ്ട്രീം പോസിറ്റീവായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അപ്പ് സ്ട്രീമിൻ്റെ നെഗറ്റീവ് ഭാഗത്തിൻ്റെ ഇവിടെ നിന്ന് -1, -2, -3 അങ്ങനെയാണ് ലെഫ്റ്റിലേക്ക് പോകുന്നത്. അപ്പോൾ -10-ൻ്റെയും -35 ന്യൂക്ലിയോടൈഡ്സിൻ്റെയും ഇടയിലാണ് പ്രൊമോട്ടറിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത്. ഓൾറൈറ്റ്, അപ്പോൾ അതാണ് പ്രൊമോട്ടറിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഓർത്താൽ മതി, പ്രൊമോട്ടർ സൈറ്റ് ഈ പറയുന്ന RNA പോളിമറേസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് DNA സീക്വൻസിൽ മെയിനായിട്ട് ഉള്ളത്. ഇപ്പോൾ ഇവരുടെ ആ ഒരു ലൊക്കേഷൻ്റെ -35-ഉം -10-നെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറയാം. ഈ -35-ന് നമ്മൾ ഒരു പർട്ടിക്കുലർ സീക്വൻസ് ഉണ്ട് അവിടെ, TTGACA സീക്വൻസ് ആണ് കോമൺലി ആയിട്ട് കാണപ്പെടുന്നത്. ഈ -10-ൽ TATAAT സീക്വൻസ് ആണ് കാണപ്പെടുന്നത്. ഇത് മെയിൻലി കൺസേർവ്ഡ് എന്നാണ് പറയുന്നത്. കൺസേർവ്ഡ് സീക്വൻസസ് അല്ലെങ്കിൽ അതിന് കൺസെൻസസ് സീക്വൻസസ് എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ കൺസെൻസസ് സീക്വൻസസ് എന്താണ്? ദ സീക്വൻസസ് വിച്ച് ആർ കൺസേർവ് ഫോർ മെനി ഇയേഴ്സ്, പല വർഷങ്ങളായിട്ട് ഒരേ രീതിയിൽ വിത്തൗട്ട് എനി മ്യൂട്ടേഷൻ ഓർ ചേഞ്ചസ് ഒരേ രീതിയിൽ ട്രാൻസ്ഫർ ചെയ്ത് വരുന്ന സീക്വൻസിനാണ് നമ്മൾ കൺസെൻസസ് സീക്വൻസ് എന്ന് പറയുന്നത്. പ്രൊമോട്ടറിൻ്റെ -35-ഉം -10-ലുള്ള സീക്വൻസ് എന്ന് പറയുന്നത് കൺസെൻസസ് സീക്വൻസ് എന്നാണ് പറയുന്നത്. ഓവർ ദ ഇയേഴ്സ് ഒരേ രീതിയിൽ അതേ പാറ്റേണിൽ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന സീക്വൻസസ് ആണ് കൺസെൻസസ് സീക്വൻസ് എന്ന് പറയുന്നത്. അപ്പോൾ -35-ലെ സീക്വൻസ് എന്ന് പറയുമ്പോൾ TTGACA എന്നാണ് പറയുന്നത്. ഓൾറൈറ്റ്, -10 ആണെങ്കിലോ TATAAT എന്നാണ് പറയുന്നത്. ഇപ്പം ഈ ഒരു കേസ് ഞാൻ പറയുന്നത് ഈക്കോളയുടെ കേസിലാണ്. അപ്പോൾ ദിസ് ഈസ് നോട്ട് സെയിം ഫോർ ഓൾ ഓർഗാനിസം. ഈക്കോളെ സ്പെസിഫൈ ചെയ്ത് പറയുകയാണെങ്കിൽ ഇതാണ് അതിൻ്റെ കൺസേർവ്ഡ് ആയിട്ടുള്ള കൺസെൻസസ് സീക്വൻസ് എന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഈ ഒരു സീക്വൻസിന് ഒരു പാറ്റേൺ ഉണ്ട്, അതിനെ നമ്മൾ
ടാറ്റ ബോക്സ് എന്നും പറയുന്നുണ്ട്. ഈ ഒരു സീക്വൻസിൻ്റെ ഈ ഒരു പാറ്റേൺ കാരണം ഈ -10 നമ്മൾ ടാറ്റ ബോക്സ് എന്നും അറിയപ്പെടുന്നുണ്ട്. ഓൾറൈറ്റ്, അപ്പോൾ ഇത്രയും ക്ലിയർ ആയില്ലേ? ഇത്ര ഓർത്ത് വയ്ക്കുക. നമ്മുടെ പ്രൊമോട്ടറില്ലേ, പ്രൊമോട്ടറിൻ്റെ റൈറ്റിലാണ് ഇവിടെ സ്റ്റാർട്ട് സൈറ്റ് ഉള്ളത്. ഇവിടെ നിന്നാണ് 0 to +ലേക്കാണ് നമ്മൾ ട്രാൻസ്ക്രിപ്ഷൻ പൊതുവേ നടക്കുന്നത് എന്നും ഓർത്തിരിക്കുക. ഓൾറൈറ്റ്, ആൻഡ് ദിസ് ഈസ് അബൌട്ട് ദ പ്രൊമോട്ടർ. ഇനി നമ്മൾ നമ്മുടെ RNA പോളിമറേസിലേക്ക് തന്നെ നടക്കാം. RNA പോളിമറേസ് ഈ ഒരു പിക്ചർ കണ്ടോ? ദിസ് ഈസ് ദ ടിപ്പിക്കൽ ഇമേജ് ഓഫ് എ RNA പോളിമറേസ്. ഇപ്പോൾ ഈ RNA പോളിമറേസ് നോക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ കയ്യിലെ ഇത് നമ്മുടെ തമ്പ്, ബാക്കിയുള്ള ഫിംഗേഴ്സ് ഇത് നമ്മുടെ പാമായിട്ട് കാണാം അല്ലേ? അങ്ങനെ നമുക്കൊന്ന് വിഷ്വലൈസ് ചെയ്യാൻ പറ്റില്ലേ? നമ്മുടെ തമ്പ്, ബാക്കിയുള്ള ഫിംഗേഴ്സ് ഇത് നമ്മുടെ പാം ഭാഗമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഓർത്തിരിക്കുക, പാം വിത്ത് ഇറ്റ്സ് ഫിംഗേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷേപ്പാണ് നമ്മുടെ RNA പോളിമറേസിനുള്ളതെന്ന് ഓർത്ത് വയ്ക്കുക. പക്ഷേ ഇതിൻ്റെ മെയിൻ ഭാഗം എന്താണ്? പാം ഭാഗമാണ്. ഫിംഗേഴ്സ് കുറച്ച് ഭാഗമുള്ളൂ, പാം ഭാഗമാണ് ഏറ്റവും കൂടുതലുള്ളത്. ഇപ്പോൾ ഈ പാം ഭാഗമാണ് ഈ പറയുന്ന DNA മെൽറ്റ് ചെയ്തിട്ട്, ഡബിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള DNA മെൽറ്റ് ചെയ്ത് സിംഗിൾ സ്റ്റാൻഡേർഡ് ആയിട്ട് ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് മെയിൻലി ഈ പറയുന്ന പാം ഏരിയ ആണ്. അതാണ് ഇതിന് കൂടുതൽ കാറ്റലിറ്റിക് ആക്ടിവിറ്റി എന്നതിനെ ഹെൽപ്പ് ചെയ്യുന്നത് നമ്മുടെ ഈ പർട്ടിക്കുലർ പാം ഏരിയ ആണെന്ന് ഓർത്തിരിക്കാം. ജസ്റ്റ് ആ ഇമേജ് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞെന്നുള്ളൂ. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ പറയുന്ന RNA പോളിമറേസിൻ്റെ മെയിൻ ആയിട്ടുള്ള ഫങ്ഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് ദി അഡീഷൻ ഓഫ് ന്യൂക്ലിയോടൈഡ് സീക്വൻസസ് പറഞ്ഞു ബൈ ഇറ്റ്സ് ഓൺ. അതാണ് ഈ പറയുന്ന RNA പോളിമറേസ് ഡിഫറെൻറ്റ് ഫ്രം ദാറ്റ് ഓഫ് ദി DNA പോളിമറേസ് എന്ന് പറയുന്നത്. പിന്നെ പറയുന്നത് ഈ പറയുന്ന RNA പോളിമറേസ് ക്യാൻ ബൈൻഡ് വിത്ത് ദ DNA സീക്വൻസസ്, ബട്ട് ദ പ്രോബ്ലം ദാറ്റ് ഇറ്റ് ക്യാൻ നോട്ട് റെക്കഗ്നൈസ് ദി പ്രൊമോട്ടർ സീക്വൻസ് ബൈ ഇറ്റ്സ് ഓൺ. നമ്മൾ പ്രൊമോട്ടർ സൈറ്റിൽ അതിന് സ്വന്തമായിട്ട് വന്ന് ഇരിക്കാനായിട്ട് പറ്റുന്നില്ല. അതായത് ഞാൻ പറഞ്ഞു RNA പോളിമറേസിൻ്റെ മെയിൻ ഫംഗ്ഷൻ പ്രൊമോട്ടറിൽ വന്ന് ബൈൻഡ് ചെയ്തിട്ട് ഇനിഷ്യേറ്റ് ചെയ്യുക എന്നതാണ്. പക്ഷേ ഈ RNA പോളിമറേസിന് സ്വന്തമായിട്ട് വന്ന് പ്രൊമോട്ടറിൽ ഇരിക്കാൻ പറ്റുന്നില്ല. ഇറ്റ് നീഡ്സ് ഒരു പർട്ടിക്കുലർ സിഗ്നലിംഗ് വേണം. ആ സിഗ്നലിംഗ് ഉണ്ടെങ്കിലാണ് ഈ ഒരു സൈറ്റിൽ ട്രാൻസ്ക്രിപ്ഷൻ നടന്ന് ഒരു RNA ഫോം ചെയ്യുകയുള്ളൂ എന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ ഈ സിഗ്നലിംഗ് നൽകുന്നത് ആരാണ്? ഈ പറയുന്ന DNA ആണ്. DNA തന്നെയാണ് ഈ ഒരു പർട്ടിക്കുലർ ഭാഗത്ത് ട്രാൻസ്ക്രൈബ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുള്ള സിഗ്നലിംഗ് കൊടുക്കുന്നത്. ആ സിഗ്നലിൻ്റെ ഭാഗമായിട്ട് ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു പ്രൊമോട്ടർ റീജിയനിൽ ബൈൻഡ് ചെയ്യാൻ പർട്ടിക്കുലർ ഫാക്ടർ വരുന്നുണ്ട്. അപ്പോൾ ആ ഫാക്ടറിൻ്റെ പേരാണ് സിഗ്മ ഫാക്ടർ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ സിഗ്മ ഫാക്ടറിൻ്റെ സഹായത്തോടു കൂടിയാണ് ഈ പറയുന്ന RNA പോളിമറേസ് പ്രൊമോട്ടറിൽ വന്ന് ബൈൻഡ് ചെയ്യുന്നത്. ഓൾറൈറ്റ്, അപ്പോൾ നമുക്കിത് ഡീറ്റെയിൽ ആയിട്ടൊന്ന് വരയ്ക്കാം. നമ്മുടെ DNA ഡബിൾ സ്റ്റാൻഡേർഡ് വരയ്ക്കാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ പ്രൊമോട്ടർ റീജിയൻ. ഇത് അതിൻ്റെ സ്റ്റാർട്ട് സൈറ്റാണ്. നമുക്ക് ആലോചിക്കാം, സ്റ്റാർട്ട് സൈറ്റ്. അപ്പോൾ ദിസ് ഈസ് സ്റ്റാർട്ട് സൈറ്റ് ആൻഡ് ദിസ് ഈസ് ദ പ്രൊമോട്ടർ സൈറ്റ്. അപ്പോൾ നമ്മുടെ RNA പോളിമറേസിന് നമുക്ക് ജസ്റ്റ് ഒന്ന് വേറൊരു ഷെയ്ഡിൽ കൊടുക്കാം. RNA പോളിമറേസ് ഓറഞ്ച് വേണം, ജസ്റ്റ് വേറൊരു കളറിൽ കൊടുക്കാം. ആൻഡ് ദിസ് ഈസ് ദി RNA പോളിമറേസ്. ഓക്കെ, ഈ RNA പോളിമറേസിന് പ്രൊമോട്ടറിന് വേണ്ടി ബൈൻഡ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന വേറൊരു ഫാക്ടർ ഉണ്ട്. നമ്മൾ പറഞ്ഞു സിഗ്മ ഫാക്ടർ. And this is the sigma factor which helps the RNA polymerase to attach to the particular promoter region. ഓൾറൈറ്റ്, മനസ്സിലായോ? അപ്പോൾ ഈ പറയുന്ന സിഗ്മ ഫാക്ടറിന് മെയിൻലി അപ്പാർട്ട് ഫ്രം ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് പ്രൊമോട്ടർ റീജിയൻ വേറൊരു 2 ഫങ്ഷൻസ് ആണുള്ളത്. ഒന്ന്, ഈ പറയുന്ന പ്രൊമോട്ടർ റീജിയനെ recognize the promoter region for the attachment of the RNA polymerase. സെക്കൻഡ് ഫങ്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഹെൽപ്സ് ഇൻ ദി ഫേം അറ്റാച്ച്മെൻറ്റ് ടു അറ്റാച്ച് DNA strand firmly, more firmly കേട്ടോ. അതായത് DNA സ്ട്രാൻഡിനെ കുറച്ചും കൂടി
വളരെ ഫേമായിട്ട് വളരെ അടുപ്പിച്ച് ഈ പറയുന്ന RNA പോളിമറേസിനെ പിടിക്കാൻ വേണ്ടിയും ഈ പറയുന്ന സിഗ്മ ഫാക്ടർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആയോ? അപ്പോൾ സിഗ്മ ഫാക്ടറിൻ്റെ വളരെ ഒരു ഹെൽപ്പ് എന്ന് പറയുമ്പോൾ പ്രൊമോട്ടർ സൈറ്റിനെയും ഐഡൻറ്റിഫൈ ചെയ്യാം. ഈ RNA പോളിമറേസ് DNA സ്ട്രാൻഡിനെ കുറച്ചുകൂടി ഫേമായിട്ട് അറ്റാച്ച്മെൻറ്റിനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓൾറൈറ്റ്, ഇപ്പോൾ നമുക്ക് പ്രൊമോട്ടർ റീജിയൻ RNA പോളിമറേസ് കണ്ടുപിടിച്ചു. ഇനി നമുക്ക് എന്താ വേണ്ടത്? ഈ RNA പോളിമറേസ് സ്റ്റാർട്ട് സൈറ്റിലേക്ക് വരണം, അല്ലേ? പ്രൊമോട്ടറിനെ കണ്ടുപിടിച്ച് നമുക്ക് സ്റ്റാർട്ട് സൈറ്റിൽ നിന്ന് ഇങ്ങോട്ടാണ് നമ്മുടെ ട്രാൻസ്ക്രിപ്ഷൻ മൊത്തം നടക്കേണ്ടത്. ഇനി സ്റ്റാർട്ട് പൊസിഷനിലേക്ക് വരാനുള്ളൊരു ഫംഗ്ഷനാണ് RNA പോളിമറേസ് ചെയ്യേണ്ടത്. പക്ഷേ ഈ RNA പോളിമറേസിന് DNA വഴി മൂവ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യും? വൺസ് ഇറ്റ് ഫൈൻഡ് ദ പ്രൊമോട്ടർ, ദിസ് RNA പോളിമറേസ് ചേഞ്ച് ഇറ്റ്സ് കൺഫർമേഷൻ. അതായത് ഇത് മോഡിഫൈ ചെയ്ത് കുറച്ചും കൂടി ഇലോങ്ങേറ്റഡ് ആവും. ഞാൻ കുറച്ചൊന്ന് വരയ്ക്കാം. നമ്മുടെ DNA സ്ട്രാൻഡ്, നമ്മുടെ പ്രൊമോട്ടർ റീജിയൻ, ഇത് നമ്മുടെ സ്റ്റാർട്ട് സൈറ്റ്. അപ്പോൾ RNA പോളിമറേസ് എന്ത് ചെയ്യും? നിന്നിടത്തു നിന്നുള്ള പൊസിഷനിൽ നിന്ന് കുറച്ചും കൂടി ഇലോങ്ങേറ്റ് ചെയ്യും. സോറി, വേറെ കളർ കൊടുക്കാം. നിന്നിടത്തുള്ള പൊസിഷനിൽ നിന്ന് കുറച്ചും കൂടി ഇലോങ്ങേറ്റ് ചെയ്യും, സ്ട്രെച്ച് ചെയ്യും. ഓക്കെ, അപ്പോൾ ദിസ് ഈസ് ദി RNA പോളിമറേസ്. മനസ്സിലായോ? ഈ DNA മൂവ് ചെയ്യാനുള്ള കഴിവ് ഇവർക്ക് ഇല്ല. പക്ഷെ അവരെന്ത് ചെയ്യും? ഇറ്റ് മോഡിഫൈഡ് ഇറ്റ് സ്ട്രക്ചർ ബൈ സിംപ്ലി ഇലോങ്ങേറ്റിംഗ് ഇറ്റ് സ്ട്രക്ചർ. അപ്പോൾ അത് എങ്ങോട്ടെത്തും? സ്റ്റാർട്ട് സൈറ്റിലേക്ക് എത്തുന്നുണ്ട്. എന്തുകൊണ്ട് ഇത് ഇലോങ്ങേറ്റ് ചെയ്യുന്നു? പ്രൊമോട്ടർ റീജിയൻ എന്തുകൊണ്ട് മൂവ് ചെയ്യുന്നില്ല എന്നതിനൊക്കെ ഉത്തരം വി ഡോണ്ട് നോ, സ്റ്റിൽ വി ഡോണ്ട് നോ. പക്ഷേ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്തിട്ടാണ് സ്റ്റാർട്ട് സൈറ്റിലേക്ക് എത്തുന്നത് എന്ന് ഓർത്തിരിക്കുക. ഓൾമോസ്റ്റ് ഒരു 60 to 80 ബേസ് പെയർസിൻ്റെ നീളത്തിൻ്റെ അത്രം തന്നെ ഈ പറയുന്ന RNA പോളിമറേസ് ഇലോങ്ങേറ്റ് ചെയ്യുന്നുണ്ട്. ഓൾറൈറ്റ്, അപ്പോൾ ഇപ്പോഴും നമ്മുടെ കൂടെ ആരുണ്ട്? ഈ പറയുന്ന സിഗ്മ ഫാക്ടർ ഉണ്ട്. ഓൾറൈറ്റ്, സിഗ്മ ഫാക്ടർ ഇപ്പോഴും പ്രസൻ്റ് ആണെന്ന് ഓർത്തിരിക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് എന്തൊക്കെയുണ്ട്? ഇവിടെ കോംപ്ലക്സ് ഓഫ് വി ഹാവ് ദ കോംപ്ലക്സ് ഓഫ് RNA പോളിമറേസ് ഇപ്പോഴും സ്ട്രെച്ച് ചെയ്ത് തന്നെ നിൽക്കുന്നുണ്ട്. DNA സ്ട്രാൻഡ് ഉണ്ട്, പ്ലസ് സിഗ്മ ഫാക്ടർ ഉണ്ട്, അല്ലേ? ഇപ്പോൾ ഇത്രയും എക്സ്റ്റേണൽ പ്രോട്ടീൻസിൻ്റെ പ്രസൻസ് ഉണ്ട്. അപ്പോൾ ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്ലോസ്ഡ് ബൈനറി കോംപ്ലക്സ്. ഓൾറൈറ്റ്, അപ്പോൾ ഈ 3 പേരും ഒരുമിച്ചുള്ളപ്പോൾ നമ്മൾ ഈ ഒരു കോംപ്ലക്സിനെ വിളിക്കുന്ന പേരാണ് ക്ലോസ്ഡ് ബൈനറി കോംപ്ലക്സ് എന്നാണ് പറയുന്നത്. ക്ലോസ്ഡ് ബൈനറി കോംപ്ലക്സ്. ഓൾറൈറ്റ്, ഇത് ഈ ഒരു വാക്കൊന്ന് ഓർത്തിരിക്കാം. ഓൾറൈറ്റ്, പക്ഷേ ഇവിടെ വെച്ച് നിൽക്കുന്നില്ല. പ്രൊമോട്ടറിനെ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞിട്ടുള്ള ഡ്യൂട്ടി ഈ പറയുന്ന സിഗ്മ ഫാക്ടറിൻ്റെ കഴിഞ്ഞു. ഇനി ഈ സിഗ്മ ഫാക്ടറിൻ്റെ ആവശ്യമില്ല. വൺസ് ദ പ്രൊമോട്ടർ റീജിയൻ ഇസ് ഫൗണ്ട്, ദി സിഗ്മ ഫാക്ടർ ഇസ് റിമൂവ്ഡ്. എന്തുകൊണ്ട് ഈ സിഗ്മ ഫാക്ടർ ഈ പണി കഴിഞ്ഞിട്ട് തിരിച്ചു പോകുന്നു? ഇതും കണ്ടിന്യൂ ചെയ്ത് അറ്റാച്ച് ചെയ്തൂടെ എന്ന് ചോദിച്ചാൽ സ്റ്റിൽ നോട്ട് കംപ്ലീറ്റ്ലി നോ. അതും ഒരു നമുക്കറിയത്തില്ല. ഇതും ഒരു അൺനോൺ ആയിട്ടുള്ള ഫാക്റ്റാണ്. സിഗ്മ ഫാക്ടർ ഈ സ്ട്രെച്ചിങ്ങിന് ശേഷം പുറത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഈ സിഗ്മ ഫാക്ടർ പുറത്തേക്ക് പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവരുടെ ഈ സ്ട്രെച്ചിങ് ആയിട്ടുള്ളത് നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ സ്റ്റാർട്ട് സൈറ്റിൽ സ്ട്രെച്ചിങ് എത്തണ വരെ സിഗ്മ ഫാക്ടർ കൂടെ നിൽക്കുന്നു. വൺസ് ഇറ്റ് ഫൈൻഡ് ഔട്ട് ദ സ്റ്റാർട്ട് സൈറ്റ്, ഈ പറഞ്ഞ സിഗ്മ ഫാക്ടർ മൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഫേം കോംപ്ലക്സ് ഈ സിഗ്മ ഫാക്ടർ വഴിയിട്ടാണ് ഉണ്ടാവുന്നത്. പക്ഷേ ഇറ്റ് റിമെയിൻസ് ഇറ്റ് ഫേം കണക്ഷൻ. സിഗ്മ ഫാക്ടർ പോയെങ്കിലും ഈ RNA പോളിമറേസ് DNAയിലേക്ക് ഈ ഫേം കണക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഓൾറൈറ്റ്, അപ്പോൾ സിഗ്മ ഫാക്ടർ പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ കയ്യിൽ ആരൊക്കെയുണ്ട്? സിഗ്മ ഫാക്ടർ നമുക്ക് DNA ഒന്നുകൂടി വരയ്ക്കാം. സിഗ്മ ഫാക്ടർ പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കൊരു ബ്ലൂവിൽ തന്നെ വരയ്ക്കാം, അല്ലേ? സിഗ്മ ഫാക്ടർ പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ RNA പോളിമറേസ്, ഇതതിൻ്റെ പ്രൊമോട്ടർ റീജിയൻ. RNA പോളിമറേസിന് നമ്മൾ ഏത് കളറാണ് കൊടുത്തത്? ഓക്കെ, അപ്പോൾ RNA പോളിമറേസ് ഉണ്ട്. ഈ സിഗ്മ ഫാക്ടർ പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ ഈ DNA ഒന്ന് മെൽറ്റ് ആവാൻ തുടങ്ങുന്നു. കണ്ടോ? നമ്മുടെ RNA പോളിമറേസ് ഇരിക്കുന്ന സൈറ്റ് ഒന്ന് മെൽറ്റ് ആവുന്നു. അത് കുറച്ചും കൂടി ഒന്ന് വൈഡായിട്ട് വരുന്നു. RNA പോളിമറേസ് സ്റ്റാർട്ട് ടു മെൽറ്റ് ദ DNA. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ കോംപ്ലക്സിന് ഇപ്പോൾ RNA പോളിമറേസും മെൽറ്റ് ചെയ്തിട്ടുള്ള ആരാണുള്ളത്? DNAയുമാണ് ഉള്ളത്. അപ്പോൾ ഈ ഒരു കോംപ്ലക്സിന് നമ്മൾ
ഓപ്പൺ ബൈനറി കോംപ്ലക്സ് എന്നാണ് വിളിക്കുന്നത്. ക്ലിയർ ആയോ? ഇപ്പോൾ ഈ ആരൊക്കെയുണ്ട്? നമ്മുടെ RNA പോളിമറേസ് ഉണ്ട്, അതുപോലെ തന്നെ മെൽറ്റ് ചെയ്ത് ഓപ്പൺ ആയിട്ടിരിക്കുന്ന DNA ഉണ്ട്. അപ്പോൾ ഇതിനെ വിളിക്കുന്ന പേരാണ് ഓപ്പൺ ബൈനറി കോംപ്ലക്സ്. ഓൾറൈറ്റ്. അപ്പോൾ സിഗ്മ ഫാക്ടർ ഇപ്പോൾ ലെറ്റ് ഇറ്റ് ബി വിത്ത് സിഗ്മ ഫാക്ടർ. സോറി, ഞാൻ പറഞ്ഞു വന്നു ഇത്രേ ഉള്ളൂ. സിഗ്മ ഫാക്ടറുമായിട്ട് ഓപ്പൺ ചെയ്താണ് ഇരിക്കുന്നത്. RNA മെൽറ്റ് ചെയ്യുമ്പോൾ RNA പോളിമറേസ് DNA മെൽറ്റ് ചെയ്ത് കഴിയുമ്പോൾ അത് ഓപ്പൺ ആവും. സ്റ്റിൽ സിഗ്മ ഫാക്ടർ ഉണ്ട്. അതെ, സ്റ്റിൽ ഇപ്പോഴും സിഗ്മ ഫാക്ടർ ഉണ്ട്. അതിനെ നമ്മൾ ഓപ്പൺ ബൈനറി കോംപ്ലക്സ് എന്നാണ് വിളിക്കുന്നത്. ക്ലിയർ ആയോ? ഞാൻ നേരത്തെ പറഞ്ഞത് തിരിഞ്ഞു പോയതാണ്, ഇങ്ങനെ ഓർത്തിരിക്കുക. നമ്മുടെ സിഗ്മ ഫാക്ടർ റിമെയിൻ ചെയ്യുന്നുണ്ട്, അതിന് ക്ലോസ്ഡ് ബൈനറി കോംപ്ലക്സ് എന്ന് പറയുന്നു. ഈവൻ റിമൈനിങ് സിഗ്മ ഫാക്ടർ നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ ഈ പറയുന്ന DNA ഒന്ന് മെൽറ്റ് ആവുന്നുണ്ട്. ഇതിൻ്റെ ഓപ്പൺ ആവുന്ന ഡബിൾ സ്റ്റാൻഡേർഡ് കണക്ഷൻ മാറിയിട്ട് ഇത് സിംഗിൾ സ്റ്റാൻഡ് ആവുന്നു. ഇത് കംപ്ലീറ്റ് ആയിട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ എല്ലാം ഡബിൾ സ്റ്റാൻഡ് ആയിട്ട് നിൽക്കുവാണ്. പക്ഷേ സിഗ്മ ഫാക്ടർ നിൽക്കുമ്പോൾ തന്നെ ഇതിനെ ഒന്ന് മെൽറ്റായിട്ട് രണ്ടൊന്ന് ഓപ്പൺ ചെയ്ത് വരുന്നുണ്ട്, മെൽറ്റിംഗ് നടക്കുന്നുണ്ട് along with the presence of sigma factor. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഓപ്പൺ ബൈനറി കോംപ്ലക്സ് എന്നാണ് പറയുന്നത്. വൺസ് ദി സിഗ്മ ഫാക്ടർ ഈസ് റിമൂവ്ഡ്, നമുക്ക് അതുകൊണ്ട് വരയ്ക്കാം. ഇത് നമ്മുടെ DNA, ഇത് മെൽറ്റ് ചെയ്ത് തന്നെയാണ് നിൽക്കുന്നത്. ഇത് ക്ലോസ്ഡ് ആണ്, ഇതും ക്ലോസ്ഡ് ആണ്. നമ്മുടെ RNA പോളിമറൈസും കൂടി ഒന്ന് വരയ്ക്കാം. വിത്തൗട്ട് സിഗ്മ ഫാക്ടർ. ഓർത്തിരിക്കുന്നത്, വിത്തൗട്ട് സിഗ്മ ഫാക്ടർ ആണെങ്കിൽ ഇതിനെ നമ്മൾ വേറൊരു പേരിൽ അറിയണത്, ദാറ്റ് ഈസ് ടെർനറി കോംപ്ലക്സ് എന്നാണ് പറയണത്. ടെർനറി കോംപ്ലക്സ്. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി ഞാൻ ആ കൺഫ്യൂഷൻ മാറ്റട്ടെ. ഈ പറയുന്ന മെൽറ്റഡ് DNA along with RNA polymerase in the presence of sigma factor open binary complex ആണെങ്കിൽ melted DNA along with RNA polymerase without the presence of sigma factor നമ്മൾ ടെർനറി കോംപ്ലക്സ് എന്നാണ് പറയുന്നത്. സിഗ്മ ഫാക്ടറിൻ്റെ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞു. അതായത് ഈ പറയുന്ന പ്രൊമോട്ടർ സൈറ്റിൽ RNA പോളിമറേസ് ബൈൻഡ് ചെയ്തു, സ്ട്രെച്ച് ചെയ്തു, ഫേം കണക്ഷൻ എല്ലാം കഴിഞ്ഞു, മെൽറ്റും ചെയ്ത് കഴിഞ്ഞു. ഇനി സിഗ്മ ഫാക്ടറിൻ്റെ ആവശ്യമില്ല, അത് അങ്ങ് പോവാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ കോംപ്ലക്സിൽ ആരുണ്ട്? ഈ പറയുന്ന മെൽറ്റ് ചെയ്തിരിക്കുന്ന DNA ഉണ്ട്, RNA പോളിമറേസ് ഉണ്ട്. ഇനി എന്താണ്? ഇനി നോർമലായിട്ട് it starts ആഡിങ് ന്യൂക്ലിയോടൈഡ്. മനസ്സിലായോ? ന്യൂക്ലിയോടൈഡ്സിന് സ്വന്തമായിട്ട് ആഡ് ചെയ്യാനായിട്ട് പറ്റും. അതായത് ഇതിന് നമുക്ക് ആവശ്യമുള്ള ഈ പറയുന്ന പ്രൊമോട്ടർ സൈറ്റ് അറിയില്ലായിരുന്നു. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള സിഗ്മ ഫാക്ടറും കാര്യങ്ങളൊക്കെ വന്നത്. പക്ഷേ പ്രൊമോട്ടർ സൈറ്റും ഇതാണ്. നമുക്കിത് സ്റ്റാർട്ട് സൈറ്റ് ഇതാണ് നമ്മുടെ സ്റ്റാർട്ട് സൈറ്റ്. കണ്ടോ? ഇതാണ് സ്റ്റാർട്ട് സൈറ്റ്. അപ്പോൾ സ്റ്റാർട്ടിൻ്റെ അവിടെ നിന്ന് മുതൽ തന്നെ മെൽറ്റിംഗ് തുടങ്ങി അല്ലേ? അപ്പോൾ ഇവിടെ നിന്ന് തന്നെ ട്രാൻസ്ക്രിപ്ഷൻ തുടങ്ങണം. അപ്പോൾ നമ്മുടെ ഇവിടെ നിന്ന് തന്നെ ട്രാൻസ്ക്രിപ്ഷൻ സ്റ്റാർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ട്രാൻസ്ക്രിപ്ഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യം RNA പോളിമറേസിൻ്റെ സഹായത്തോടു കൂടി കുറച്ച് RNA മോളിക്യൂൾസ് ഫോം ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 2 to 3 അല്ലെങ്കിൽ എന്താ പറയുന്നത്, കുറച്ച് ന്യൂക്ലിയോടൈഡ്സ്, സപ്പോസ് 1 2 3 4 3-4 ന്യൂക്ലിയോടൈഡ്സ് ഫോം ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ RNA പുറത്തേക്ക് വരാൻ തുടങ്ങും. പിന്നെയും സ്റ്റാർട്ട് സൈറ്റിലേക്ക് വന്നിട്ട് പിന്നെയും ഒരു 3-4 ഇത് വരുമ്പോൾ ഈ ഒരു RNA പുറത്തേക്ക് പോവുകയും ചെയ്യും. അങ്ങനെ കുഞ്ഞു RNAs പുറത്തേക്ക് വരാൻ തുടങ്ങുന്നു തുടക്കം തന്നെ. അപ്പോൾ ഇതിനൊരു ഫിനോമിന പേര് പറയുന്നുണ്ട്. ദാറ്റ് ഈസ് കോൾഡ് അബോർട്ടീവ് initiation of transcription. ഇപ്പം ഞാൻ പറഞ്ഞു വന്ന് ഇത്രേ ഉള്ളൂ. ഡ്യൂറിങ് ദ ഇനീഷ്യൽ ഇലോങ്ങേഷൻ സമയത്ത് ചെറിയ സ്ട്രെച്ച് ഓഫ് RNA മോളിക്യൂൾസിനെ ഫോം ചെയ്തിട്ട് ഇറ്റ് ഫോൾ ഡൗൺ. then comes to start site and the full stretch of ഇച്ചിരി കൂടി വന്നിട്ട് പിന്നെയും fall down and the process continues. ഈ ഫിനോമിനയാണ് നമ്മൾ അബോർട്ടീവ് ഇനീഷ്യേഷൻ ഓഫ് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. വൈ, എന്തുകൊണ്ടാണ് ഈ കുറച്ച് വന്നിട്ട് അബോർട്ട് ചെയ്ത് പോയിട്ട് പിന്നെ വരുന്നതെന്ന് എന്തുകൊണ്ടാണെന്ന് ഇറ്റ്സ് സ്റ്റിൽ നോട്ട് അണ്ടർസ്റ്റാൻഡ്.
വൺസ് ഒരു 2-3 പ്രാവശ്യം ഇതുപോലെ കുഞ്ഞു കുഞ്ഞു RNAs ഫോം ചെയ്തിട്ട് താഴോട്ട് പോകുന്നു. എന്നിട്ട് ഒരു 2 to 3 ടൈംസ് ഇത് കണ്ടിന്യൂ ചെയ്യുന്നു. അതിനുശേഷം ഇത് ഫുൾ സ്ട്രെച്ചിൽ ഒരു RNA മോളിക്യൂൾസ് ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി വരുന്ന പ്രോസസ്സ് എല്ലാം തന്നെ ഇലോങ്ങേഷനിലാണ് നിൽക്കുന്നത്. ഇലോങ്ങേഷൻ. ഇതോടുകൂടി നമ്മുടെ ഈ പറയുന്ന ഇനീഷ്യേഷൻ പ്രോസസ് ഓഫ് പ്രൊക്കാരിയോട്ടിക് ട്രാൻസ്ക്രിപ്ഷൻ കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഇലോങ്ങേഷൻ സ്റ്റേജ് ആണ്. സോ ഇലോങ്ങേഷനും ഇതുപോലെ തന്നെ സെപ്പറേറ്റ് നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യുന്നുണ്ട്. സോ അണ്ടിൽ ദെൻ സ്റ്റേ ട്യൂൺ.